നടത്തിപ്പിന്റെ ഭാഗമായിട്ട് നിലമ്പൂർ LIC നമുക്ക് മൊത്തം 5 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് ഭരണം നടക്കുന്നത്. അത് ഇപ്പോൾ നിലവിൽ നിലമ്പൂർ സബ് ഡിവിഷന്റെ കീഴിലാണ് വരുന്നത്. അതിനെ തന്നെ ഈ 5 പോലീസ് സ്റ്റേഷനുകളെ തന്നെ 2 ഇലക്ഷൻ സബ് ഡിവിഷനുകളായിട്ട് നമ്മൾ തിരിക്കുകയാണ്. അതില് നിലമ്പൂർ പൂക്കോട്ടുംപാടം ഈ 2 സ്റ്റേഷനുകളും ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലും, പോത്തുകല്ല്, വഴിക്കടവ്, എടക്കര ഈ 3 സ്റ്റേഷനുകളും മറ്റൊരു ഡിവൈഎസ്പിയുടെ. സോ ഈ 5 പോലീസ് സ്റ്റേഷൻ പരിധിയിലായിട്ട് ഭരണം നടക്കുന്ന നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് കവർ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ അവിടുത്തെ നിലവിലുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ 5 സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഈ 2 ദിവസങ്ങൾ 18, 19 നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൊത്തം ഡിപ്ലോയ്മെന്റ് നമ്മൾ 1200 അധികം 1200+ പോലീസ് ഓഫീസേഴ്സിനെയാണ് മൊത്തത്തിൽ ഇതിൽ ഡിപ്ലോയ് ചെയ്യുന്നത്. ബൂത്ത് ലെവൽ ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും. സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് ഇല്ല. നമ്മൾ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ബൂത്തുള്ള പോളിംഗ് സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ മിനിമം 2 പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും ഉണ്ടാവാം. അതിന് സ്കെയിൽ അനുസരിച്ച് കെട്ടിടങ്ങളുടെ പോളിംഗ് സ്റ്റേഷനുകളുടെ നമ്പർ കൂടുന്നതനുസരിച്ച് 5ഉം 6ഉം ഒക്കെ ആയിട്ട് അതിന്റെ നമ്പറുകൾ കൂടും. നിലവിൽ നമുക്ക് ഒരു കമ്പനി 91 CAPF അംഗങ്ങൾ നമുക്ക് വന്നിരിക്കുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് ഫോഴ്സസ്, അവർ CISFന്റെ ഒരു കമ്പനി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരെയാണ് നമ്മൾ നമ്മുടെ ഇലക്ഷൻ വേണ്ടി പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക. അവരെ പ്രധാനമായിട്ട് നിയോഗിക്കുക നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള നേരത്തെ കളക്ടർ പരാമർശിക്കുന്ന ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷൻസ്, ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്ന സാധ്യത സങ്കല്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട്. അവരും 18-ാം തീയതി രാവിലെ മുതൽ ഡിപ്ലോയിഡ് ആയിരിക്കും. 18-ാം തീയതി രാവിലെ മുതൽ 19-ാം തീയതി വൈകുന്നേരം വരേക്കും നമ്മുടെ ഇന്റർസ്റ്റേറ്റ് ബോർഡർ ആയിട്ടുള്ള വഴിക്കടവ് ചെക്ക് പോസ്റ്റും കൂടാതെ LIC ബോർഡറുകൾ, നിയോജക മണ്ഡലത്തിന്റെ ബോർഡറുകൾ 6 സ്ഥലത്ത് ബോർഡർ ചെക്കിംഗ് സംവിധാനം ഉറപ്പൊരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ പോളിംഗ് ഒഫീഷ്യൽസിന്റെ മൂവ്മെന്റും പോളിംഗ് മെറ്റീരിയൽസിന്റെ മൂവ്മെന്റും അത് 18-ാം തീയതി രാവിലെ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ മാർത്തോമയിൽ നിന്ന് വിവിധ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതും അതിന് ആം എസ്കോർട്ട് അടക്കം ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തിരികെ 19-ാം തീയതി വൈകുന്നേരം പോളിംഗിന് ശേഷം തിരിച്ചെത്തിച്ച് അതില് ഒബ്സർവേഴ്സിന്റെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സെക്യൂരിറ്റി സീൽ ചെയ്ത് അത് CAPFന്റെ നേതൃത്വത്തിൽ അവരുടെ സെക്യൂരിറ്റി ഹാൻഡിലേക്ക് പോകും. കൗണ്ടിംഗ് സെന്റർ ബന്ദോബസ്ത് ചെയ്തിരിക്കുന്നത് 3 തലത്തിലാണ്. അതിൽ ഇന്റർ കോർഡൺ സെക്യൂരിറ്റി ഉള്ളത് CISFന്റെ പാർട്ടി ആയിരിക്കും. ഔട്ടർ കോർഡൺ, അതായത് ആ കെട്ടിടത്തിന്റെ ചുറ്റുഭാഗത്തുള്ളത് കേരള പോലീസിന്റെ ആംഡ് ബറ്റാലിയൻ പോലീസ് സേനാംഗങ്ങളായിരിക്കും. പുറമെ അതിന് കെട്ടിടത്തിന് ചുറ്റുമുള്ള പെരിഫറി റോഡ്സിൽ നിന്നുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്തുള്ള ലോക്കൽ പോലീസ് ആയിരിക്കും. 3 ടയർ സെക്യൂരിറ്റിയാണ് കൗണ്ടിംഗ് സെന്റർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാത്തിലും ഉപരി പ്രധാനമായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ മാറ്റർ വരുന്നത് ഇതിനകത്ത് കുട്ടിക്കലാശം പ്രോഗ്രാം നമ്മൾ എക്സ്പെക്ട് ചെയ്തു. അത് അത്തരത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വിപുലമായിട്ടുള്ള സജ്ജീകരണത്തിനായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന് വ്യക്തമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കി അൺടുവേർഡ് ആയിട്ടുള്ള യാതൊരു സിറ്റുവേഷൻസും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തും. അതോടൊപ്പം തന്നെ 23-ാം തീയതിയുള്ള വിജയാഘോഷങ്ങളുടെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെയും കൃത്യമായിട്ടുള്ള ബന്ദോബസ്ത് ചെയ്ത് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് തന്നെയുള്ള ഇലക്ഷൻ എൻഷുർ ചെയ്യാനുള്ള എല്ലാ നടപടികളും ചെയ്തിട്ടുണ്ട്. സോഫാർ ഇതുവരെയും ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നല്ല രീതിയിലുള്ള പോലീസ് ബന്ദോബസ്ത് LICയിലുടനീളം നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ജില്ലയിലെമ്പാടും ആ ദിവസങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രീകരിക്കുന്നതായിരിക്കും. നിലവിൽ നമ്മൾ ചർച്ചയിലായിട്ട് എത്തിയിട്ടില്ല. അത് അറിയിക്കുന്നതറിയും ഓരോരുത്തരെയും. അല്ല, പോലീസ് നിയന്ത്രണങ്ങൾ അവരെങ്ങനെയാണ് പരിപാടികൾ വെക്കുന്നതനുസരിച്ച് നമ്മൾ ചർച്ച ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് അത് പൊളിറ്റിക്കൽ പാർട്ടീസ് എങ്ങനെയാണ് അത് അവർ ഡിസൈഡ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇങ്ങനെ തന്നെ നടത്തിയാലും പോലീസ് അത് പൂർണ്ണമായിട്ട് കവർ ചെയ്യാനുള്ള രീതിയിൽ സജ്ജീകരണം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ 91 പേര് ഒരു കമ്പനി.
14 പ്രശ്നബാധിതവും ഫോറസ്റ്റ് അഡ്ജസ്റ്റന്റ് ആയിട്ട് 14-11 പ്രശ്നബാധിത ബൂത്തുകളായിട്ട് 3 ഫോറസ്റ്റ് നിങ്ങൾക്കറിയാവുന്ന അകത്തുള്ള വനത്തിനകത്തുള്ള ബൂത്തുകൾ 11 പ്രശ്നബാധിത ബൂത്ത് 3 7 ലൊക്കേഷൻസ് 14 ഉണ്ടെങ്കിലും ലൊക്കേഷൻ. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്യും ഈ പ്രോസസ്സിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്പർ 7000-ഓളം വോട്ടർമാരുടെ എണ്ണമാണ് പുതിയ വോട്ടർമാർ കൂടിയിരിക്കുന്നത്. 8400ഓളം 10,065 ഇൻക്ലൂഡിങ് ഇതല്ലേ, ഷിഫ്റ്റിങ്ങും ഡിലീഷനും അടക്കമാണ്. ഡിലീഷൻസിന് ഫോം 7 അടക്കമല്ലേ 10,000. നമുക്ക് ഈ ആകെ നമ്മുടെ ഇലക്ടറൽ റോള് ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഫോം 6 പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ കിട്ടിയ അപേക്ഷ 4803. ഡിലീഷന് വേണ്ടി 2105 ഡിലീഷന് വേണ്ടിയുള്ള ഫോം 7 കിട്ടി. ഷിഫ്റ്റിങ്ങിന് വേണ്ടി 978 കിട്ടി. ഷിഫ്റ്റിംഗ് മറ്റു മണ്ഡലത്തിൽ അതാണ് ഇതിന്റെ. പുതിയ വോട്ടേഴ്സ് ഇതിലാണ് ഇല്ല 7,887 നമ്മുടെ നോക്കുകയാണെങ്കിൽ 2021 ജനറൽ ഇലക്ഷന് 2,25,356 വോട്ടർമാരാണ് ഉണ്ടായത്. 2021 നടന്ന അസംബ്ലിയിലേക്ക് നടന്ന ഇലക്ഷന് 2,25,356 പേരാണ് ഉണ്ടായത്. ഇപ്പോഴും 2,32,389 വോട്ടർമാർ. ബോർഡറിൽ നിലവിൽ ഓൾറെഡി ചെക്കിംഗ് ഉണ്ട്. അന്നത്തെ ദിവസം കൂടി അഡീഷണലി അത് കൂടാതെ 6 LIC ബോർഡേഴ്സ്, അതായത് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ ബോർഡറുകളിൽ കൂടി 6 സ്ഥലത്ത് ഇപ്പം മടപുരം ആ പറഞ്ഞ നമ്മുടെ ഇൻഡിവിജ്വലി നിയോജക മണ്ഡലത്തിന്റെ ബോർഡറുകളിലും ബോർഡർ ചെക്കിംഗ് ഉണ്ടാവും അന്നത്തെ ദിവസം 18-19. പോളിംഗിന് മുമ്പ് തന്നെ ഒരു പ്രസ് മീറ്റ് കൂടെ ഉണ്ടാവും. ഈ പ്രസ് മീറ്റ് മാൻഡേറ്ററി ആയിട്ട് നടത്തണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശമാണ്. 11-ാം തീയതിക്കും 13-ാം തീയതിക്കും മുമ്പുണ്ടാവും തീർച്ചയായിട്ടും ഒരു പ്രസ് മീറ്റ് കൂടെ. മാർത്തോമ എടക്കര പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. പഞ്ചായത്ത് ഏതാണെന്ന് നോക്കട്ടെ. എടക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണല്ലേ. 14 ആണെങ്കിലും 7 ലൊക്കേഷനാണ്. ഇവിടെ മൈക്രോ ഒബ്സർവർമാരെ പോസ്റ്റ് ചെയ്യും ഈ പോലീസ് സ്റ്റേഷനിൽ. ഈ പോലീസ് ഡിപ്ലോയ്മെന്റിന് പുറമെ ഈ മൈക്രോ ഒബ്സർവർമാരിൽ ഇപ്രാവശ്യം 5 പേര് IAS ഓഫീസേഴ്സാണ്. കാരണം പുതിയ ബാച്ചില് IAS ഓഫീസർ ട്രെയിനീസിന് ഇലക്ഷൻ പ്രോസസ്സിന് വേണ്ടി നിലമ്പൂരിലേക്ക് ഡിപ്ലോയ് ചെയ്യണം. അവരെയാണ് 7 പേരിൽ 5 പേരും IAS ഓഫീസേഴ്സ്. പ്രശ്ന സാധ്യത മെയിൽ വോട്ടേഴ്സ് 1,13,299. ഒരു സെക്കൻഡ്. 1,13,613. 1,13,613. ഫീമെയിൽ വോട്ടേഴ്സ് 1,18,760. 1,18,760. തേർഡ് ജെൻഡർ 8. 760. പുരുഷന്മാര് 1,13,613. 613. തേർഡ് ജെൻഡർ 8. കഴിഞ്ഞ 3 ഇലക്ഷനുകളും നടന്ന 2
ലോക്സഭ ഇലക്ഷനും അതിന്റെ ബൈ ഇലക്ഷനും 2021 ഇലക്ഷനും നിലമ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പ്രത്യേകിച്ച് ഒരു കേസുകളും അതിപ്പോൾ ഇലക്ടറൽ ഒഫൻസുകളാണെങ്കിലും ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിലും പൊതുവെ പീസ്ഫുൾ ആയിട്ടുള്ള ഇലക്ഷൻ നടന്നു പോകുന്ന ഒരു മണ്ഡലമാണ്. ആയതുകൊണ്ട് തന്നെ പ്രശ്ന സാധ്യതകൾ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 11 ബൂത്തുകൾ അതിനുവേണ്ടി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ജനറലി വി എക്സ്പെക്ട് ദാറ്റ് ഇറ്റ് വിൽ ഗോ സ്മൂത്ത്. അത് നാളെ ഡിവൈഎസ്പി നിലമ്പൂരിന്റെ ഓഫീസിലൊക്കെ കോൾ ഫോർ ചെയ്തിട്ടുണ്ട് അവരുടെ മീറ്റിംഗ്, പ്രിലിമിനറി മീറ്റിംഗ്. അതിലിപ്പോ എന്താണ് അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മളത് ഒരേ സമയം ഫെസിലിറ്റേറ്റീവും അതേസമയം സെക്യൂരിറ്റിയും എൻഷുർ ചെയ്യും. വനംവകുപ്പിന്റെ RRTs കൂടുതൽ ഫീൽഡിലുണ്ട്, സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തുന്നു. നമ്മുടെ മെഷീനുകളുടെ പ്രിപ്പറേഷൻ, EVM സെറ്റിംഗ് 14-ാം തീയതിയാണ് നടത്തുന്നത്. 14-ാം തീയതി EVM സെറ്റിംഗ് നടത്തും. EVM സെറ്റിംഗ് നടത്തുമ്പോൾ ഈ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾക്ക് റാൻഡമായി തിരഞ്ഞെടുക്കുന്ന മെഷീനിൽ 1000 വോട്ട് വീതം ചെയ്തു നോക്കി VVPAT കൗണ്ട് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഒരു മെഷീൻ, ഒരു ബാലറ്റ് യൂണിറ്റ് മതി.